നിയമം കൊണ്ട് നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോ ഇന്ന് വരെ നിയമത്തെ നിഷേധിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കനാണ് ഈ എബ്രഹാമിന്റെ സന്തതി. ബെസ്റ്റ് ഓഫ് ലക്ക്. ഉടലേ മണ്ണ് പറ്റാതിരിക്കട്ടെ. എന്നായാലും മണ്ണ് പറ്റാനുള്ള ഒരു ദിവസമുണ്ട്. പക്ഷെ ആ കലണ്ടർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഓടി കുറെ കാലം നല്ല രീതിയിൽ ജനങ്ങൾക്ക് സഹായമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആശംസ. ഹായ് ഗൈസ്, നിങ്ങൾ കുറേ കാലമായി ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വയനാടിൻ്റെ സ്വന്തം ജയന്തി ജനതാ ഗ്രൂപ്പിൻ്റെ പുതുപുത്തൻ പരശുരാം ചിൽ ബസിൻ്റെ ഉദ്ഘാടന യാത്രയാണ് നടക്കാൻ പോകുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും പറവൂര് വഴി എറണാകുളത്തേക്കാണ് ഈ ഒരു ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 3-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടന യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഒരു റിവ്യൂ കം ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടണം. അശോക് ലിങ്ക് സ്മാർട്ട് ചേസിൽ പാലക്കാടുള്ള സാറ്റ് ബസ്സാണ് ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബസ്സിന്റെ സവിശേഷത പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൈബ്രിഡ് ഇലക്ട്രിക് AC വെച്ച് ഇറങ്ങിക്കുന്ന AITP ബസ്സാണ്. അതുപോലെ തന്നെ അശോക് ലിങ്ക് സ്മാർട്ട് ചേസിൽ ഇറങ്ങിക്കുന്ന ആദ്യത്തെ AITP ബസ് കൂടെയാണ്. ബസ്സിന്റെ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പരശുരാമിന്റെ പേര് അവിടെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പരശുരാം ചിൽ ബസ് .in എന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റ് വരുന്നത്. മനോഹരമായ മിറേഴ്സ് കാണാം. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് കവളിച്ചിരിക്കുന്നത് പ്രകാശിന്റെ സെഡസ്ത്ര ലുക്കിലാണ്. LED ഡിസ്പ്ലേ ബോർഡ് കാണാം. അതുപോലെ റൂട്ട് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എറണാകുളം എന്നുള്ള റൂട്ട് ബോർഡ് കാണാം. അപ്പോൾ ഇതാണ് ഈ ബസ്സിന്റെ ഒരു ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ ലുക്കിലേക്ക് നോക്കാം. ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് 235/75/17.5 സൈസിലുള്ള ജെറ്റ് വരെ ടയർസാണ് വെച്ചിട്ടുള്ളത്. മനോഹരമായ ബോഡി കളറിനോട് ചേർന്നിട്ടുള്ള വീൽ കപ്സ് കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിനൊരു ചെറിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഡിക്കി സ്പേസ് വരുന്നത് ഇതിന്റെ ബാറ്ററി ബോക്സ് ആണ്. 12 വോൾട്ട് 2 ബാറ്ററി 24 വോൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇലക്ട്രിക് AC ആയതുകൊണ്ട് തന്നെ അതിന്റെ ബാറ്ററി കാര്യങ്ങൾ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്, ഒരു ചെറിയ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ശേഷം ബാക്ക് വീൽ ടയർസും അതുപോലെ മനോഹരമായ വീൽ കപ്പ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് വരുന്നത് വലിയൊരു ഡിക്കി സ്പേസ് ആണ്. ഇത് ബാക്കിലെ ഡിക്കി ആയിട്ട് ഇന്റർ കണക്ടഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഡിക്കി സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ ലുക്കിലേക്ക് നോക്കാം. മുകളിലായിട്ട് ബുക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 7360059005 എന്നുള്ള ബുക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ പരശുരാം AC എയർബസ് എന്നുള്ള അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്നത് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്കിന്റെ ഓപ്പണിംഗ് ആണ്. 20 ലിറ്ററാണ് ആഡ് ബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി. ഇവിടെ വരുന്നത് ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ആണ്. 180 ലിറ്ററാണ് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഇതിന്റെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുപോലെ ജയന്തി ജനതയും ലേലന്റുമായിട്ട് നല്ലൊരു ബോണ്ടാണ്. അതാണ് ഇവിടെ കാണുന്നത്. ലേലന്റിന്റെ ഒരു വലിയൊരു എംബ്ലം ഈ ഒരു സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്ക് വീൽ ടയേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ് എയർ സസ്പെൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ചേസിൽ പരശുരാം ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ വീൽ ബേസ് വരുന്നത് 5200 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു ലോഗോ കാണാം. ഇവരുടെ എല്ലാ ബസ്സിലും ഈ ഒരു ലോഗോ ഉണ്ട്. അതുപോലെ ഇവിടെ ഇന്ത്യസ് ഫസ്റ്റ് ഹൈബ്രിഡ് ഇലക്ട്രിക് AC എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് വരുന്നത് പരശുരാം ചിൽ ബസ് .in എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ലുക്കിലേക്ക് പോകാം. 37 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് അതിനകത്ത് 2x2 ലേഔട്ട് പരശുരാമ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കാണാം, വൈറ്റ് ലൈറ്റ്സ് ഉണ്ട്. താഴെ ഗാങ് വേലൂടെ ആയിട്ട് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ലുക്ക്. നമുക്ക് ഇതിന്റെ സീറ്റിന്റെ റിക്ലൈനിങ്ങും ബാക്കി കംഫർട്ടും നമുക്ക് നോക്കാം. ഇതിന്റെ റിക്ലൈനിങ് നോക്കിയാൽ ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് ഉറങ്ങി പോകട്ടോ. 2 സൈഡിലായിട്ട് ആം സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ലെഗ് സ്പേസ് എല്ലാ സീറ്റുകളും തമ്മിൽ കൊടുത്തിട്ടുണ്ട്. യുനോ മിന്തയുടെ സീറ്റിലാണ് സാറ്റ് ബസ്സിനകത്ത് വെച്ചിട്ടുള്ളത്. അതിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിന്റെ മുകളിലായിട്ട് AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, മൊബൈൽ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഫയർ അലാറം പ്രൊട്ടക്ഷൻ FAPS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ വിൻഡോസിന്റെ മുകളിലായിട്ട് ഇതിന്റെ നോബുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സ്മോക്ക് ഡിറ്റക്ടർ കൊടുത്തിട്ടുണ്ട്, ഫയർ അലാറം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്ത് വരാൻ ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കാം. ലേലന്റെ മനോഹരമായ സ്റ്റിയറിംഗ് വീൽ കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഒരു സിൽവർ കളറിൽ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഡാഷ്ബോർഡ് എല്ലാം ഡയമണ്ട് ക്ലോത്തിങ് വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് മോണിറ്ററി എല്ലാം 6 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് AC വെച്ചുള്ള വാഹനമാണ്. ഡ്രൈവർ ക്യാബിനായിട്ട് സെപ്പറേറ്റ് AC യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ എഞ്ചിൻ ഓഫ് ആണെങ്കിൽ തന്നെ ഏകദേശം 7 മണിക്കൂർ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ AC നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത പറഞ്ഞത്. ഫുൾ
നമ്മൾ AC ഓൺ ആക്കുകയാണെങ്കിൽ പാസഞ്ചർ ക്യാബിനടക്കം AC ഓൺ ആക്കുകയാണെങ്കിൽ 7 മണിക്കൂറും ഡ്രൈവർ ക്യാബിൻ മാത്രം ഓൺ ആക്കുകയാണെങ്കിൽ 12 മണിക്കൂറും ഇതിൻ്റെ ഒരു AC നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം മുകളിലായിട്ട് പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ കയറി ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ടൈമിങ്സ് നോക്കുകയാണെങ്കിൽ ബത്തേരി നിന്ന് ഉച്ചതിരിഞ്ഞ് 2:30 എറണാകുളത്ത് നിന്ന് വെളുപ്പിനെ 4 മണിക്കുമാണ് ഈ ഒരു ബസ്സിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ബത്തേരി മുതൽ എറണാകുളം വരെയുള്ള ഉദ്ഘാടന യാത്രയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കടക്കാം. ശേഷം 1987 ഒരു ബസ് സർവീസ് നമ്പ്യാർകുന്ന് താഴൂര് നടത്തിക്കൊണ്ടാണ് കൂടുതൽ ഇതിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ നിങ്ങളെ ഒന്ന് ഞങ്ങൾക്കൊരു മാർഗവും തന്നിട്ടുള്ള പുതുശ്ശേരി കേശവൻ ചെട്ടി അവരുകളാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പത്നി കെ മീനാക്ഷി ചെട്ടിച്ചേരെയും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നത്. ബത്തേരിയിൽ നിന്നും എറണാകുളം പരവൂരിലേക്ക് യാത്ര തുടങ്ങുകയാണ്. നമ്മെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ ടെക്നോളജി ഉണ്ടാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നോക്കുന്നുണ്ട് യാത്രയിൽ. ഈ ബസ്സിന്റെ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഇവിടെ രാജശേഖരൻ അതിന്റെ എക്സ്പെർട്ട് എന്നതൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചു. ഹൈവേ നമ്മുടെ നാഷണൽ ഹൈവേ പിടിച്ചിട്ടാണോ നമ്മൾ ബസ് കൂടുതൽ പറഞ്ഞു. ഗുരുവായൂർ പറവൂർ ഭാഗത്താണ് KSRTCക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത റൂട്ടിൽ കൂടിയാണ് നമ്മുടെ ബസ് പോകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ യാത്രാസുഖം ഉള്ളപ്പോൾ തന്നെ സുരക്ഷിതം കൂടി ഉറപ്പുവരുന്ന രീതിയിലേക്കാണ് ബസ്സിന്റെ നിർമ്മാണം ഇവിടെ നടത്തിയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ബസ്സിന്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പ്രൈവറ്റ് ബസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമാവും കിട്ടുക. വയനാട്ടിലെ ജയന്തി ജനതാ ഗ്രൂപ്പിൻ്റെ സ്വന്തം പരശുറാം. ജയന്തി ജനതാ ഗ്രൂപ്പിൻ്റെ നിലവിലെ ഓണർമാരായിരിക്കുന്ന സുമതി, രാജശേഖർ, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് എന്നിവരുടെ പിതാവായിരിക്കുന്ന ശ്രീ കേശവ ചെട്ടി എന്ന വ്യക്തിയാണ് 1975 ഈ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. നമ്പ്യാർകുന്ന് പുതുശ്ശേരി റൂട്ടിലായിരുന്നു ജയന്തി ജനതാ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ ബസ് സർവീസ് നടത്തിയിരുന്നത്. ട്രെയിൻ സൗകര്യങ്ങൾ അന്യമായിരുന്ന വയനാട് ജില്ലക്കാർക്ക് ട്രെയിനുകളുടെ പേരിൽ ബസ്സുകൾ ഇറക്കി വ്യത്യസ്തത പുലർത്തിയ ഒരു ഗ്രൂപ്പാണ് ജയന്തി ജനതാ ഗ്രൂപ്പ്. നിലവിൽ 20ഓളം സ്റ്റേജ് കാരിയേജ് പെർമിറ്റുകളാണ് ട്രെയിനുകളുടെ നാമത്തിൽ വയനാടിലൂടെ ജയന്തി ജനതാ ഗ്രൂപ്പ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഈ പേരുകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ജയന്തി ജനതാ ഗ്രൂപ്പിനെ ഏറ്റവും പ്രശസ്തിയിലേക്ക് നയിച്ച ഒരു ബസ് സർവീസാണ് പരശുറാം എന്ന നാമം. ബത്തേരി കൊടുങ്ങല്ലൂർ റൂട്ടിൽ 1994 ഒരു ടൂറിസ്റ്റ് ബസ് സ്റ്റേജ് കാരിയേജ് ആക്കി മാറ്റി മേഘദൂത് എന്ന പേരിലായിരുന്നു പരശുറാം പെർമിറ്റിന്റെ ആരംഭം. ഇടയ്ക്ക് തൃശ്ശൂരുള്ള ഒരു ഓപ്പറേറ്റർക്ക് ഈ ഒരു പെർമിറ്റ് കൊടുത്തെങ്കിലും വീണ്ടും ജയന്തി ജനതാ ഗ്രൂപ്പ് പരശുറാം പെർമിറ്റ് തിരിച്ചെടുത്തു. 2009 കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രൈവറ്റ് AC ബസ് എന്ന ഖ്യാതിയോടെ KL 12D 6699 എന്ന ബസ് സൂപ്പർഫാസ്റ്റ് ആക്കി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടവനക്കാടേക്ക് വരെ നീട്ടി ഈ ഒരു പെർമിറ്റ് അപ്ഗ്രേഡ് ചെയ്തത്. അതിനുശേഷം 2011 KL 12F 6699 എന്ന ഷെല്ലി ബിയർ നിർമ്മിച്ചിട്ടുള്ള പുതുപുത്തൻ വാഹനം ഈ ഒരു പെർമിറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. 2015 KSRTCയുടെ ടേക്ക് ഓവർ എന്ന നിയമം വന്നതോടുകൂടി പരശുരാം പെർമിറ്റ് പുതുക്കാനാവാതെ പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴിതാ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരശുരാം എന്ന നാമം നിരത്തുകളിലൂടെ ഓടിത്തുടങ്ങുകയാണ്. എന്നാൽ ഇത്തവണ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് അഥവാ AITP, പലരും കേട്ടാൽ നെറ്റി ചുളിക്കാൻ സാധ്യതയുള്ള AITP പെർമിറ്റുമായിട്ടാണ് പരശുരാം നിരത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. പഴയ പരശുരാം ബത്തേരിയിൽ നിന്ന് പറവൂരിലേക്കായിരുന്നെങ്കിൽ ഇത്തവണ ഇത് എറണാകുളം വരെ നീട്ടിയിട്ടുണ്ട്. നമ്മുടെ പരശുവിൻ്റെ ക്രൂ വരുന്നത് വയനാട് സ്വദേശികളായ സൈച്ചേട്ടനും അതുപോലെ കണ്ണേട്ടനുമാണ്. കണ്ണേട്ടൻ ലീവിലാണ്, അതുകൊണ്ട് ജയേട്ടനാണ് ഇന്ന് ക്രൂ ആയിട്ട് വന്നിട്ടുള്ളത്. AITP ബസ് സ്റ്റാൻഡിൽ കയറുന്നത് കണ്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് തന്നെ ബസ്സിനൊരു പബ്ലിസിറ്റി കിട്ടുവാനായിട്ടാണ് കൽപ്പറ്റയിലെ 2 ബസ് സ്റ്റാൻഡിലും ബസ് ഒന്ന് കയറി ഇറങ്ങിയിട്ടാണ് പോയിട്ടുള്ളത്. ഉച്ചതിരിഞ്ഞ് 2:30 ബസ് ബത്തേരിയിൽ നിന്ന് പുറപ്പെടേണ്ടത്. എന്നാൽ ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് കുറച്ച് അധികം ലേറ്റായിട്ടാണ് ബസ് ഇന്ന് എറണാകുളത്തേക്ക് പുറപ്പെടുന്നത്.
നിലവിലെ റൂട്ട് കൊടുത്തിട്ടുള്ളത് ബത്തേരിയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 2:30 പുറപ്പെട്ട് കൽപ്പറ്റ, താമരശ്ശേരി, കോഴിക്കോട്, വളാഞ്ചേരി, കുറ്റിപ്പുറം, കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, ചേറായി, വൈപ്പിൻ, ഹൈക്കോടതി ജംഗ്ഷൻ വഴി കല്ലൂർ, വൈറ്റിലയിൽ 10 മണിക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ വൈറ്റിലിൽ നിന്ന് വെളുപ്പിന് 4 മണിക്ക് ഇതേ റൂട്ടിൽ പുറപ്പെട്ട് രാവിലെ 11 മണിയോടുകൂടി സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഹൈവേയുടെ പണികൾ നടക്കുന്നത് കൊണ്ട് റൂട്ടിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ കുന്നംകുളം വഴിയാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും പൊന്നാനി വഴിയോ കുന്നംകുളം തൃശ്ശൂർ വഴിയോ എറണാകുളത്തേക്ക് പോകുവാനുള്ള സാധ്യതയും ഇവർ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനകത്ത് ഈ റൂട്ടൊന്ന് കൺഫേം ആക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് വീഡിയോയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ www.parashuramchilbus.in എന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വരെ 199 രൂപയും എറണാകുളത്തേക്ക് 599 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബസ് ഇന്ന് 3/4 ഭാഗം ബുക്കിംഗ് ആണ്. ഫാൻസും ബന്ധക്കാരും ഒന്നുമല്ല, യാത്രക്കാർ തന്നെയാണ്. അവരുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ 2 ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സർവീസ്. അപ്പോൾ 2 ദിവസം ബസ്സിൻ്റെ റൂട്ടും ടൈമും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിസിറ്റിംഗ് കാർഡ് പാസഞ്ചേഴ്സിന് എല്ലാവർക്കുമായിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ലെയിലിൻ്റെ നിന്ന് കിട്ടിയ ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. സുൽത്താൻ ബത്തേരിയിൽ 2:30 എടുത്തിട്ട് കോഴിക്കോട് 5:30. അല്ലല്ല, വണ്ടി നമ്പർ 73 65 95. എങ്ങനെയാ സാറേ? 23 കന്നി യാത്രയിൽ ബത്തേരിക്ക് ശേഷം നമ്മുടെ അടുത്ത ബോർഡിംഗ് പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നത് വൈത്തിരി എന്നാണ്. വൈത്തിരി എന്നൊരു ലേഡി പാസഞ്ചറാണ് കയറുവാനായിട്ട് ഉണ്ടായിരുന്നത്. കന്നി യാത്രയിലെ പാസഞ്ചേഴ്സിനെല്ലാം ജയന്തി ജനത ഗ്രൂപ്പിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ബുക്കിംഗ് നമ്പറിലേക്ക് എൻക്വയറി ആയിട്ടും ആശംസകൾ അറിയിച്ചും ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് JJ ഗ്രൂപ്പിൻ്റെ അതിർകൃഷ്ണനാണ്. കോഴിക്കോട് ബത്തേരി 1. സാറ് തന്നെ മുന്നേ നല്ല വൈബ്. പൂങ്കാവനം. ഞാൻ ബത്തേരി സ്വദേശിനിയാണ്. ജോലി ചെയ്യുന്ന കോഴിക്കോടാണ്. മുമ്പുള്ള പരശുരാമിൽ യാത്ര ചെയ്തിരുന്നു. 1:15 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. നിർത്തിപ്പോയപ്പോൾ വളരെയധികം സങ്കടമായിരുന്നു. എന്നാലും വളരെ ശക്തിയായി പുതിയൊരു പരശുരാം നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നു എന്നറിഞ്ഞതിനാണ് ആദ്യ യാത്രയിൽ തന്നെ ഞാൻ സഞ്ചരിക്കാമെന്ന് കരുതിയത്. ഏതായാലും സന്തോഷമുണ്ട്. നല്ല സെറ്റപ്പായിട്ടാണ് നമ്മുടെ ബസ്. പൂർവാധിക ശക്തിയോടുകൂടി നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും സൗണ്ട്സും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. AC അതിനേക്കാളും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഓടി കുറേ കാലം നല്ല രീതിയിൽ ജനങ്ങൾക്ക് സഹായമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ പേര് സന്തോഷ്, ബത്തേരി സ്വദേശിയാണ്. പിന്നെ ഞാൻ പഴയ പരശുരാമിൽ ഒരുപാട് സർവീസ്, വൈഫിൻ്റെ വീട് പറവൂരാണ്. പിന്നെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ബസ് പോയപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2ാമത് വന്നിരുന്നു റെഡ് പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ എന്താ പറയുക, സന്തോഷമായി. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ KSRTC ഓടുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് ഓടുന്നൊന്നുമില്ല. അപ്പോൾ ആ ബസ്സായിരുന്നപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിന് 9:30 ആകുമ്പോൾ എത്തുമായിരുന്നു. അപ്പോൾ നല്ലൊരു സർവീസായിരുന്നു. പിന്നെ സാധാരണക്കാർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക. ഇനി ഈ ബസ്സും വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. നന്നായിട്ട് ഓടട്ടെ. എല്ലാവരും സഹകരണം ഉണ്ടാവും. താങ്ക് യു.
എല്ലാ ആശംസകളും. എൻ്റെ പേര് ഉദയകുമാർ എന്നാണ്. ഞാൻ ബത്തേരി സ്വദേശിയാണ്. ഞാൻ കേരളത്തിലെ മിക്കവാറും പല സ്ഥലങ്ങളിലേക്കും നല്ല യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏതായാലും പരശുരാമിൻ്റെ ഈ ഒരു സംരംഭം വളരെ നല്ല വിജയപ്രദമാകട്ടെ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ്. ബത്തേരി പോലത്തുള്ള സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും മറ്റ് ബസ്സുകളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ബത്തേരിയിൽ നിന്ന് തന്നെ ഒരു പരശുരാം ബസ് എന്നുള്ള രീതിയിൽ നല്ല സുഖകരമായിട്ടുള്ള യാത്ര വളരെ എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നന്നായി വിജയിച്ചു വരട്ടെ. കൂടുതൽ യാത്രക്കാർ നമ്മുടെ സംരംഭത്തെ വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പേര് മിഥുൻ. ഞാൻ നീലഗിരി ചേരമ്പാടി നിന്നാണ് വരുന്നത്. ഞാൻ ബത്തേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ബസ്സിൽ കയറിയത്. വണ്ടിയിലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റർ റീൽസൊക്കെ ഒരുപാട് കണ്ട്. അപ്പോൾ ഞാനും ഒരു വണ്ടി ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ മൂലം ഞാൻ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ അവർ നല്ല കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ 2:30 വണ്ടി പോകുന്നു പറഞ്ഞു ഞാൻ വന്ന് കയറി. ഓക്കെ, വണ്ടി യാത്ര സുഖമൊക്കെ അടിപൊളിയാണ്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കയറിയതും നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ നോയ്സ് ഒന്നും ഇല്ല, അടിപൊളിയാണ്. യാത്ര സൗകര്യം ഓക്കെയാണ്. സ്വദേശം ബത്തേരിയാണ്. ഞാൻ മുൻപ് വർഷം യാത്ര ചെയ്തിട്ടുണ്ട്. ബാക്ക് കെയർ ഫ്രണ്ട് ഉള്ള വണ്ടിയിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇത് പുതിയൊരു വേഷം വന്ന വണ്ടി ആയതുകൊണ്ട് വണ്ടി AC നല്ല കൂളിംഗ് ആണ്. പിന്നെ സീറ്റ് കംഫർട്ട് സീറ്റാണ്. പിന്നെ ഉള്ളിലെല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫെസിലിറ്റിയാണ് എടുത്തിട്ടുള്ളത്. യാത്രാസുഖമുണ്ട്. നല്ല കാറിൽ പോകുന്ന ഒരു യാത്രയുമാണ്. സെയിം അനുഭവം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. AC ഒക്കെ അടിപൊളിയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പേര് വിനീഷാണ്. എറണാകുളത്ത് പോവാണ്. ഫസ്റ്റ് ടൈം ബസ്സിൽ കയറുന്നത്. യാത്രാനുഭവം അടിപൊളിയാണ്. പരശുരാം AC എയർ ബസ്സിന് പകരം ഞങ്ങൾ പരശുരാം ചിൽ ബസ് എന്ന പേരിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പറവൂരിന് പകരം എറണാകുളത്തേക്ക് ഒരു പുതിയ സർവീസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. AITP പെർമിറ്റിലൂടെയാണ് ഇത്. ഞങ്ങളുടെ നേരത്തെ ഒരു ബസ് ഉണ്ടായിരുന്ന പരശുരാം 7 വർഷത്തോളമായി എൻ്റെ സ്വന്തം വീട്ടിൽ കാട് മൂടി കിടക്കുകയാണ്. പെർമിറ്റ് പുതുക്കി കിട്ടാതെ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് നിരവധി എൻക്വയറി വന്നു. നിങ്ങൾ പരശുരാം നിരത്തിലിറക്കണം, ഏത് ടൈപ്പിലാണെങ്കിലും പരശുരാം നിരത്തിലും ഇറക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിൽ കരുതിയപ്പോൾ തന്നെ ഇതിൻ്റെ ഫാൻസ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 20-25 ലക്ഷം ആൾക്കാർ ഇതിൻ്റെ ഫാൻസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബസ് സർവീസ് തുടങ്ങിയത്. ഇതിന് ഞങ്ങൾ കുറേ പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC ആണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് BLC ടെക്നോളജിയോടുകൂടെ ഉള്ള ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ എയർ കണ്ടീഷൻ എന്നൊരു സംവിധാനത്തോടുകൂടിയാണ് ഇതിൻ്റെ AC പ്രവർത്തിക്കുന്നത്. നമുക്കിതിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നത് വളരെയധികം കുറവാണ് AC-യിൽ. അതുമാത്രമല്ല അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ടെക്നോളജിയോടുകൂടിയാണ്. കാന്തിക ശക്തിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ബ്രേക്ക് സിസ്റ്റമാണ്. നമുക്കൊരു ചുരത്തിൽ പോലും നമുക്ക് ഏത് ഗിയറിലും ഇറങ്ങിയാലും നമുക്ക് സേഫ്റ്റിയാണ് ഉള്ളത്. പിന്നെ അതുമാത്രമല്ല ഇതിനടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഞങ്ങളിത് 4 വീലും ഫുള്ളി എയർ സസ്പെൻഷനോട് കൂടിയാണ് ഈ ബസ് ഇറക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ബെൻസ് കാറിനൊപ്പം ഒപ്പം തന്നെ വെല്ലുന്ന യാത്രാസുഖം ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഓരോ യാത്രക്കാരോടും ചോദിച്ചപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാറ് മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞു. പിന്നെ അടുത്തൊരു ടെക്നോളജി ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഞങ്ങളിതിൽ ഫയർ അതെന്തായാലും AITP പെർമിറ്റുകൾക്കൊക്കെ തന്നെ വേണം. അതും പുതിയൊരു ടെക്നോളജിയാണ്. നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും തീ പിടിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വെള്ളം സ്പ്രേ ചെയ്ത് അത് കെടുത്താനുള്ളൊരു സംവിധാനം ഈ സംവിധാനത്തിലുണ്ട്. ഞങ്ങളിതിൻ്റെ ബോഡി കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഹൈറ്റ് കുറച്ചുകൊണ്ട്. അതുകൊണ്ട് വളരെ നല്ല സ്റ്റെബിലിറ്റി, വണ്ടി ലാഞ്ചോ ഒന്നും തന്നെ ചെയ്യില്ല. നല്ല സ്റ്റെബിലിറ്റിയോടുകൂടി തന്നെ യാത്രക്കാർക്ക് നല്ല കംഫോർട്ടോടുകൂടി തന്നെ യാത്ര ചെയ്യാൻ പറ്റും. എന്തായാലും പരശുരാം ചിൽ ബസ് ഞങ്ങളുടെ ബസ്സല്ല, ജനങ്ങളുടെ ബസ്സാണ്. അത് മനസ്സിലായത് ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വെറുതെ ഒരു ട്രയൽ പോയപ്പോൾ അതിൻ്റെ ആരാധകരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ജനങ്ങളുടെ സപ്പോർട്ട് ഇതിൽ ഇനിയും ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. എന്തെങ്കിലും ഡ്രോബാക്ക് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് ഞങ്ങളത് മാറ്റം വരുത്തിക്കൊണ്ട് അടുത്ത ഒരു സർവീസിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും ജനങ്ങളിൽ നിന്ന് ഇത്രയും കിട്ടിയ സപ്പോർട്ട് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവിധ ആശംസകളും ജനങ്ങളിൽ നിന്ന് ഉള്ള ആശംസകളും ഞങ്ങൾക്കുണ്ടാകണം. അതുപോലെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ആ
നമ്മളിതാ താമരശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കും ഒന്ന് കയറുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വൻ സ്വീകരണം താമരശ്ശേരി ബസ് കൂട്ടായ്മ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഏറ്റുവാങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമുക്കിതാ കൊടുവള്ളിയിൽ നിന്നും ഒരു ലേഡി പാസഞ്ചർ ബോർഡിംഗ് ഉണ്ട്. രാജവംശം എല്ലാത്തിനും ഉണ്ടായിരുന്നു. ബസ്സിലൊക്കെ ഇറങ്ങി കാലത്തൊക്കെ കഴിഞ്ഞാൽ ലൈബ്രറിന്റെ പഴയ കോട്ടയം വണ്ടി വാങ്ങിയില്ല. അറിയോ ലൈബ്രറി അറിയോ? ആണല്ലോ. നമ്മളിതാ കുന്നമംഗലം സ്റ്റാൻഡിലും കയറേണ്ട അവസ്ഥയാണ്. കാരണം ഇവിടെയും ഒരു കൂട്ടർ ബസ്സിന് സ്വീകരണമായിട്ട് നിൽപ്പുണ്ട്. അവരെ പരിഗണിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. പരശുരാമന് അങ്ങ് വയനാട് മാത്രമല്ല പരശു പോകുന്ന എല്ലാ റൂട്ടിലും ആരാധകരെ സമ്പാദിച്ചതിൻ്റെ തെളിവാണ് കുന്നമംഗലത്തെ ഈ ഒരു സ്വീകരണം. പരശുറാം എന്ന പേര് തിരിച്ചു കണ്ടപ്പോൾ ഇത്രയധികം സ്വീകരണങ്ങളാണെങ്കിൽ യഥാർത്ഥ രാജാവ് തിരിച്ചു വരുമ്പോഴുള്ള സ്വീകരണം എന്തായിരിക്കും? അപ്പോൾ കുന്നമംഗലത്ത് നിന്ന് ഒരാൾ ഡ്രൈവിംഗ് സീറ്റിൽ വളയം പിടിക്കാനിരിക്കുന്നുണ്ട്. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വേറെ ആരുമല്ല, നമ്മുടെ പഴയ പരശുവിൻ്റെ സാരഥിയായിരുന്ന ബിജു ചേട്ടനാണ്. കന്യാകുമാരി തൊണ്ടയാട് ബൈപ്പാസ് ഇതൊക്കെ നമ്മളിതാ കോഴിക്കോട് സിറ്റിയിലേക്ക് അടുക്കുമ്പോഴേക്ക് ബ്ലോക്കിൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട്. അരിയടുത്ത് പാലത്തിൻ്റെ മുകളിൽ മുഴുവൻ ബ്ലോക്കാണെന്ന് നമുക്ക് ഒരാൾ അവിടെ നിന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അധോലോകം GPS-ൻ്റെ ബ്രോയാണ്. അദ്ദേഹം അവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം കോഴിക്കോട് ടൗണിൽ ഉള്ളിൽ നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കുറേ സമയം പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള പാസഞ്ചേഴ്സിന് ബോർഡിംഗ് പോയിൻ്റ് ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ പാളയം അല്ലെങ്കിൽ തൊണ്ടയാട് ബൈപ്പാസ് ആയിരിക്കും ബോർഡിംഗ് പോയിൻ്റ് ആയിട്ട് വരിക. അപ്പോൾ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുന്നവർ ദയവായി ആ ബോർഡിംഗ് പോയിൻ്റിനൊന്നും കൺഫേം ആക്കിയിട്ട് അവിടെ നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ആ കയറിപ്പോകുന്ന പിങ്ക് ഷർട്ടിട്ട ആളാണ് അധോലോകം ബ്രോ. ബീച്ചേട്ടൻ തൻ്റെ കോഴിക്കോട് ഇറങ്ങി വീണ്ടും സൈച്ചേട്ടൻ നമ്മുടെ വളയം പിടിക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇതാ കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുനിന്നും നമുക്കൊരു ബോർഡിംഗ് ഉണ്ട്, ഒരു ഫാമിലി കയറാനുണ്ട്. അപ്പോൾ ഇനി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, കോഴിക്കോട് ഇനി ഒരു ബോർഡിംഗ് പോയിൻ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് ഒന്നുകിൽ പാളയമോ അല്ലെങ്കിൽ തൊണ്ടയാടോ ആയിരിക്കും. സാധാരണ ലുലുവിൻ്റെ അവിടെ നിന്നാണ് കൂടുതൽ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇന്ന് ലുലുവിൻ്റെ അവിടെ ഫുള്ള് കാലിയാണ്, നമുക്ക് ഫ്രീ ആയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതാ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളൊരു വാഷ്റൂം ബ്രേക്ക് എടുക്കുകയാണ്. അരീക്കാലുള്ള ഫുഡ് പാലസ് എന്നാണ് നമുക്ക് ബ്രേക്ക് വരുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ ബസ്സിൻ്റെ റിയർ വ്യൂ കാണിക്കാൻ മറന്നുപോയായിരുന്നു. LED ഡിസ്പ്ലേ ബോർഡ് ബാക്കിലുമുണ്ട്. ഇതിന് പ്രകാശിൻ്റെ സെഡസ്ത്ര ബാക്കാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലുക്ക്. ബാക്കിൽ വലിയൊരു ഡിക്കി സ്പേസാണ് വരുന്നത്. സൈഡിലെ ഡിക്കിയായിട്ട് ഇൻ്റർ കണക്റ്റഡാണ്. ഇവിടെയാണ് FAPSൻ്റെ സിലിണ്ടറും ടാങ്കും വെച്ചിട്ടുള്ളത്. ബാക്കിലായിട്ട് സ്ക്വയർ റിയർ ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡിക്കിയിലായിട്ട് ഇവരുടെ ബുക്കിംഗ് നമ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ LED ഡിസ്പ്ലേ ബോർഡ് ഫ്രണ്ടിലും ബാക്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് LED Pro എന്ന
ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുമിത് ക്രിയേഷൻസ് ഒക്കെ മെറ്റീരിയൽ കൊടുക്കുന്ന ഈ ഒരു ടീമാണ്. ഹലോ, കൽപ്പറ്റ 599 599 പെർമിറ്റ് ആണ് സാർ. മറ്റേ നോർമൽ സർവീസിനെക്കാട്ട് റേറ്റ് കുറവാണ്. വെൽക്കം ടു പരശുറാം ചിൽ ബസ്. അതെ സാർ, ബസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 സുൽത്താൻ ബത്തേരിയിൽ വെച്ച് MLA ഇനാഗ്രേഷനോട് കൂടി സ്റ്റാർട്ടായി. അതെ ആണല്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ എങ്ങനെ വിളിച്ച് അങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷം. ആരാ മുന്നിൽ പോകണം നോക്കിയേ, വേടാ വാടാ. ഫറൂഖ് കോളേജ് മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണ് കേട്ടോ. കേൾട്ടൺ Z9493. ഹൈവേയുടെ പണി കഴിഞ്ഞതിന് ശേഷം രാമനാട്ടുകരയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ U-ടേൺ എടുക്കുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നേരെ റൂട്ടിൽ പോയിട്ട് ഫ്ലൈ ഓവറിൽ നിന്ന് തിരിഞ്ഞു കയറാം. രാത്രി 10 എറണാകുളം മുതൽ ആദ്യം പറവൂർ എറണാകുളത്തേക്ക്. ഞാൻ കോഴിക്കോട് രാവിലെ 6-7 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്വിച്ചിൻ്റെ ഉള്ളിൽ പോകായിരുന്നു. അവിടെയും കിടന്ന ഒരു 1.5 മണിക്കൂറിനാണ്. അങ്ങനെ തന്നെ കോഴിക്കോട് ബസ്സിരുന്ന് കയറി വൈത്തിരി വരെ കയറിയവർ കൊടുത്തു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വാട്ടർ ബോട്ടിൻ്റെ സർവീസ് കൊടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഉള്ളിലുണ്ട്, TV കണ്ടോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി കൊടുത്തു കോഴിക്കോട് സിറ്റി വരെ. നമ്മൾ ചാവക്കാട് ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യാൻ നിർത്തിയ സമയത്ത് ബൈക്കിൽ വന്നിട്ട് ഒരാൾക്കാർ ബസ്സിൻ്റെ റൂട്ടും ടൈമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന റൂട്ടിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. കുന്നംകുളം വഴിയല്ല നമ്മളിന്ന് വന്നത്, നമ്മൾ പൊന്നാനി വഴിയാണ് ചാവക്കാടേക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഗുരുവായൂർ പോയിട്ട് അവിടെ 2 പാസഞ്ചേഴ്സിനെ കയറ്റിയതിന് ശേഷമാണ് തിരിച്ചിനി പറവൂർക്ക് പോകുന്നത്. അപ്പോൾ അത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. ഇതായിരിക്കുന്ന ആരാന്ന് മനസ്സിലായോ, ട്രാവൻകൂർ റൈഡേഴ്സിൻ്റെ രാംരാജ് കിടങ്ങൂരാണ്. കൂടെ കട്ടപ്പനക്കാരൻ ടിനു ഉണ്ട്. ഇവർ രണ്ട് നല്ല കട്ട ബസ് ഫാൻസാണ്, നല്ല ഫോട്ടോഗ്രാഫേഴ്സും ആണ്. തീർത്ഥയാത്ര ആലമ്പലമായിരിക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള റോഡുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഹൈവേയുടെ പണി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തീരുമാനമാകുകയുള്ളൂ. ആലുവ എവിടെയല്ല പോവാ, നമ്മള് നോർത്ത് പറവൂർ ചെറായി എവിടെ എത്തും? കലൂര് മതിയോ സാറ്? ഇല്ലല്ല, ആ വഴിയല്ല. നമ്മള് ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ. അപ്പോൾ ഇതാണ് നോർത്ത് പറവൂർ. പഴയ പരശു ഇവിടെ വരെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ പരശു നോർത്ത് പറവൂരിൽ നിന്ന് ചെറായി വൈപ്പിൻ വഴിയാണ് എറണാകുളത്തേക്ക് പോകുന്നത്. കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നല്ലൊരു റബ്ബറൈസ് റോഡിലേക്ക് കയറുന്നത് നമ്മൾ ഈ വൈപ്പിൻ റോഡിൽ കയറിയതിന് ശേഷം കേട്ടോ. അവിടെ നല്ല രീതിയിൽ റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം വരെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു റബ്ബറൈസ് റോഡിൽ പോകാം.
അല്ല അവരോട് വർക്ക് ചെയ്യാതെ പരിചയപ്പെട്ടോ അതെന്താ വെച്ചാൽ നമുക്ക് ടൈം ഒന്നുമില്ലല്ലോ 2 ദിവസം ഓടിയിട്ട് ഒന്ന് ആവണം. പന്ത്രണ്ടല്ലേ? ഇനി നമ്മൾ കയറുന്നത് വല്ലാർപാടം ഗോശ്രീ പാലങ്ങളിലേക്കാണ്. ഈ വഴി നൈറ്റിൽ ബസ്സുകൾ വളരെ കുറവാണ്. എന്നാൽ പകൽ സമയത്ത് ഇഷ്ടംപോലെ ബസ്സുകളുണ്ടെങ്കിലും നൈറ്റ് സർവീസുകൾ കുറവാണ്. ആളുണ്ടോ? ചോദിച്ചോട്ടാ, എല്ലാവരും എറണാകുളം പറഞ്ഞിട്ടുള്ളൂ. ആ കിടക്കുന്നതാണ് നെഫർട്ടിറ്റി എന്ന പേരുള്ള ഉല്ലാസ നൗക. കൂടുതൽ ടൂർ പാക്കേജുകളൊക്കെ ചെയ്യാറുള്ള ഒരു സംഭവമാട്ടത്. ഉണ്ടോ? ഹൈക്കോടതി ജംഗ്ഷൻ ആരുമില്ല. ഇല്ല, കലൂരുണ്ട്. പാലാരോട്ടം പോയില്ലല്ലോ. പാലാരോട്ടുണ്ട്. കാറിന്റെ ഫ്രണ്ടിൽ സൈഡായിക്കാം. ഡോറും തുറന്നു. പരശുരാമിൻ്റെ ബ്രാൻഡ് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ലേഡി പാസഞ്ചേഴ്സിനൊക്കെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് ബ്രാൻഡിങ് കൂടിയാണ് പരശുറാം. അപ്പോൾ ആ പാലാരിവട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ശരിക്കും കല്ലൂരിൽ നിന്ന് കടവന്തറ തിരിഞ്ഞാണ് വൈറ്റിലേക്ക് പോകേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് 2-3 പാസഞ്ചേഴ്സിനെ ഇറക്കാനുള്ളതുകൊണ്ട് അവരെ വിട്ടതിന് ശേഷം നമ്മൾ പൈപ്പ് ലൈൻ വഴി വീണ്ടും വൈറ്റിലേക്ക് പോകുന്നതാണ്. ഇന്ന് ഉദ്ഘാടന യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയധികം ലേറ്റായിട്ടാണ് ഇന്ന് വൈറ്റില ഹബ്ബിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ഇനി ഓടി തുടങ്ങുമ്പോൾ ഇത് റൂട്ട് സെറ്റായതിനു ശേഷം കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇനി ബസ് ഇവിടുന്ന് രാവിലെ 4 മണിക്ക് തന്നെ തിരിച്ച് ബത്തേരിക്ക് പുറന്നതാണ്. വൈറ്റില ഹബ്ബിലാണെങ്കിൽ ഇൻ്റർലോക്കിംഗ് എല്ലാം എടുത്തുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയായതുകൊണ്ട് പൊടിയില്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ പൊടിയായിരിക്കും.
അപ്പോൾ ബത്തേരിയിൽ നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്ന് ബത്തേരിയിലേക്കുമുള്ള നിങ്ങളുടെ യാത്രകൾ മനോഹരമാക്കുവാനായിട്ട് പരശുറാമിൻ്റെ പുത്തൻ പുതിയ AITP ബസ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസും വെബ്സൈറ്റ് ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുത്തൻ പുതിയ ബസ്സുകളും യാത്രകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.